ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കായി പഴയന്നൂർ BRC സംഘടിപ്പിക്കുന്ന ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ കുട്ടികളുടെ സർഗാത്മകതയും മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന സഹവാസ ക്യാമ്പിന് ആവേശകരമായ തുടക്കമായി. ശയ്യാവലംബരായ കുട്ടികൾക്ക് പരസ്പരം ഒത്തുചേരാനും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി അവ നേടിയെടുക്കാനും സഹായിക്കുന്നതിനൊപ്പം അവർക്ക് മാനസികോല്ലാസം നൽകുന്ന അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കളിവീട്, രസക്കാഴ്ച, രുചിയിടം, ചിത്രവർണ്ണം, നിറച്ചാർത്ത് എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോർണറുകളിലായാണ് 1ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം സുരേഷ് കാളിയത്തിന്റെയും മകൾ ശ്രീലക്ഷ്മിയുടെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ ശ്രദ്ധേയമായി. പുതുവത്സരാഘോഷം, ക്യാമ്പ് ഫയർ, മ്യൂസിക് നൈറ്റ് തുടങ്ങി നിരവധി വർണ്ണാഭമായ പരിപാടികളോടെയാണ് ക്യാമ്പിന്റെ 1ാം ദിനം സമാപിച്ചത്. ഈ 2 ദിവസത്തെ സഹവാസ ക്യാമ്പില് ഗൃഹാധിഷ്ഠിത പഠനം നൽകി വരുന്ന ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുക്കുന്നത്. ഈ 2 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ 5 കോർണറുകളിലായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുക. കളിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി കളിവീട്, ചിത്രവർണ്ണങ്ങൾ, നിറച്ചാർത്ത്, രുചിയിടം, രസക്കാഴ്ച, ശാസ്ത്രാനുഭവങ്ങൾ നൽകുന്നതിനാണ് രസക്കാഴ്ച. ഇങ്ങനെ 5 പ്രവർത്തനങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോവുക. ഇന്ന് പഴയന്നൂർ BRCയുടെ കീഴിലുള്ള അന്വയം 2025 എന്നുള്ള ഒത്തുചേരൽ നമ്മുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് അംഗപരിമിതരായവർ എന്നുള്ളതിനപ്പുറം ശയ്യാവലംബരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ രക്ഷാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുചേരൽ, അവരുടെ സർഗാത്മക ശേഷി തിരിച്ചറിയുക, അതുപോലെ തന്നെ അവരുടെ സഹവസിക്കാനും അവർക്ക് കഴിയും. വീടുകളിൽ നിന്ന് വിട്ട് മാറി നിന്നുകൊണ്ട് അവരിലുള്ള പരിമിതികളെയും അതുപോലെ മികവുകളെയും കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം ന്യൂസ് ഡെസ്ക് CCV.